അമ്മച്ചിന്റെ വലിയ എണ്ണ ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് പൊറോട്ട ഒക്കെ ഒഴിച്ച് വെച്ച പോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ കൊഴിച്ച് വെച്ചിട്ട് മൾബറി ഇല്ലേ, നമ്മളെ നാട്ടിലെ മൾബറി ചെടി, അതിൻ്റെ വൈറ്റും ഉണ്ട്. പിന്നെ അത് എൻ്റെ പേരിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഞാൻ ആരാണെന്നും യാസീൻ ആരാണെന്നും അറിയണമെങ്കിൽ, യാസീൻ നമ്മളെ ഈ ചാനൽ 1 മില്യൺ ആയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ 5000 രൂപ ഗൂഗിൾ പേ ചെയ്തു തരും. അപ്പം എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക. എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ വിന്നർ ആവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സമ്മാനമാണ്. സോ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ഇടുക. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് നമ്മളെ സെൻട്രൽ ഏഷ്യയിലുള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഇവിടെ സമർഖണ്ഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ ഫാക്ടറി, അതായത് സമർഖണ്ഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോഴും ഫേമസ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഇതൊന്നും അറിയത്തില്ല. അപ്പം കൊണിങ്കിൽ എന്ന് പറയുന്ന ഒരു ടൂറിസം വില്ലേജ്, അതായത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമർഖണ്ഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം. പേപ്പർ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഗൂഗിൾ മാപ്പിലുള്ള സ്ഥലത്തിൻ്റെ പേരെന്താ? കൊണികിൽ. ഇവിടെ വരികയാണെങ്കിൽ ഫുൾ പേപ്പർ ഫാക്ടറി, അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എങ്ങനെ അത് നിർമ്മിക്കാമെന്നുള്ളത് കറക്റ്റ് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇനി നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ നമ്മളെ മുത്തുമണികളെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവരെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. ഇവർ സമർഖണ്ഡ്, തഷ്കന്ത്, ബുഹാറ, നിങ്ങൾക്ക് വേണ്ട എവിടെ ഉസ്ബെക്കിസ്ഥാനിൽ എവിടെ വേണമെങ്കിലും അവിടെ എല്ലാം കൊണ്ടുപോയി നിങ്ങളെ കാണിച്ചു തരും. ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നല്ല, അതായത് എക്സ്പീരിയൻസോടെ മലയാളികൾ തന്നെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു തരാനും എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനികളെ മീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഹെൽപ്പ് ചെയ്യും. ഇവരിവിടെ പഠിക്കുക കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യം. അപ്പം ഓരോ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. പിന്നെ ഇവിടെ മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാനിൽ മാത്രമല്ല, കസാക്കിസ്ഥാൻ, അതുപോലെ 9 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ജോർജിയ, അസർബൈജാൻ, ഇങ്ങോട്ടൊക്കെ വേണ്ട വിസ, അതുപോലത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു പാക്കേജ് പോലെ നിങ്ങൾക്ക് എടുത്തു തരും. സോ ഈ നമ്പറിലാണ്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഉള്ളോട്ട് പോകാം. അറിയില്ലെങ്കിൽ ഒന്നുകൂടി പരിചയപ്പെടുത്തി തരാം. ഇത് സഹൽ, എൻ്റെ പേര് ഞാൻ രക്ഷയില്ല, നുസൈർ, കേൾക്കാത്ത പേരായ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ. പേപ്പർ ഞാൻ 1 വർഷം മുന്നേ ഇവിടെ വന്നായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് പോയതാണ്. ഇതൊന്നും കണ്ടാൽ നമുക്കൊരു വലിയ കൗതുകമായിട്ട് തോന്നില്ല. ഇതൊക്കെ ഒരു വെസ്റ്റേൺ ഫോറിനർ ടൂറിസ്റ്റിന് ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തോന്നും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പണ്ട് വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമുക്കത് ഒരു ശീലമാണ്. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ കണ്ടിട്ട് വരാം. ഇതൊരു കറക്റ്റ് ഇതിനായിട്ടൊരു ബിൽഡ് ചെയ്താണ്. ഈ ബിൽഡിംഗ് ആയാലും ഫുള്ള് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു സെറ്റപ്പിൽ ഒരു ചെയ്ത് വെച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോണ്ടേ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ വന്ന് ഇരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് ഇവിടെ തുടങ്ങുകയാണ്. എങ്ങനെ ഒരു പേപ്പർ ഉണ്ടാക്കാം. നമ്മൾ നാട്ടിൽ കാണുന്ന ആ വൈറ്റ് കളർ പേപ്പറല്ല, സമർഖണ്ഡ് പേപ്പറാണ് കേട്ടോ. ഇത് ഈ മരം കണ്ട മരമല്ല, മരത്തിൻ്റെ വടിയില്ലേ. ഇത് മൾബറി ഇല്ലേ, നമ്മളെ നാട്ടിലെ മൾബറി ചെടി, അതിൻ്റെ വൈറ്റും ഉണ്ട്. പിന്നെ ഏതായിരുന്നു കളർ? ബ്ലാക്ക്. ആ ചെടീൻ്റെ ഇതാണ് കേട്ടോ അത്. എന്നിട്ട് ഇതിൻ്റെ തോലാണ് എന്തിന് യൂസ് ചെയ്യുക ഇവർ? പിന്നെ പേപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അതായത് ഇവിടെ ലേഡീസ് ഇരിക്കുന്നുണ്ടാവും. ഇവരിത് വന്നിട്ട് ഇതിങ്ങനെ പീൾ ചെയ്തെടുക്കും. അതായത് ഈ ഓരോ എല്ലാം പീൾ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ഇവർ. ഇങ്ങനെ പീൾ ചെയ്തിട്ട് എടുക്കും. ഇതേപോലെ ആക്കി എടുക്കും. കണ്ടോ? ഇതിങ്ങനെ ഇതൊരു പ്രോസസ്സാണ്. ഇത് ഈ ചെറിയൊരു സ്ഥലത്ത് ആയതുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്. വലിയ ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയ മെഷീൻ പ്രോസസ്സായിരിക്കും കേട്ടോ. അതിനുശേഷം ഇത് പീൾ ചെയ്തെടുത്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇത് ഇവിടെ തീ ഇട്ടിട്ട് ഏകദേശം
ഒരു 4-5 മണിക്കൂർ തീയിലിട്ടിട്ട് ഇങ്ങനെ പതിപ്പിക്കും. ഇതാണ്. എന്നിട്ട് സാധനം ഇങ്ങനെ ഉണ്ടാവും. നൂഡിൽസ് മാതിരിയായി വരും. വേണ്ട നൂഡിൽസ് ആയിട്ട് വരും. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എന്നെ ഫീലിംഗ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഒരു അത് കട്ടി അതിൻ്റെ ആ തിക്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് ഒരു ഇതിലിട്ടിട്ട് ചെയ്യുക. ഇതും ഇതുണ്ടോ ഇതുണ്ട് മൂടിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് 4-5 മണിക്കൂർ ഇതേപോലെ വെള്ളത്തിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് ഇത്ര ആയതിനു ശേഷം ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കും. അതും 4-5 മണിക്കൂർ ആറാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സിലോട്ട് ഇത് പോവുക. ഇവിടെ പുറത്തുനിന്ന് നടക്കുന്ന പ്രോസസ്സ് ഇതൊക്കെയാണ്. ഒന്ന് ആ മൾബറി ചെടീൻ്റെ തോലെടുക്കുന്നു, ഫുള്ള് സെറ്റപ്പ് ആക്കിയതിന് ശേഷം അതിവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് 5-6 മണിക്കൂർ സെറ്റാക്കുന്നു. അടുത്ത പ്രോസസ്സ് നമ്മൾ ഇനി ഉള്ളോട്ട് പോകണം. വെച്ചോ. നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ കറണ്ട് യൂസ് ചെയ്തിട്ടല്ല, വെള്ളത്തിൻ്റെ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. എൻ്റെ മുഖം വേണ്ട, നമുക്ക് ഇവിടെ പഠിച്ചോ. ഇത് കണ്ടോ, ഈ ചക്രങ്ങൾ കണ്ടോ, ഇത് കറങ്ങുന്നുണ്ട്. അതായത് ഈ സാധനം വന്നിട്ട് അയിമ ഇങ്ങനെ അടിക്കും. അയിമ അടിച്ചിട്ട് ബാക്കി നടക്കുന്നത് ഉള്ളിലാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടില്ലേ പുറത്ത് കണ്ട ആ തോല്, അത് കിടന്ന് ഇങ്ങനെ ചതക്കി വരും. വാ, അപ്പോൾ നമ്മൾ ഉള്ളോട്ട് വാ. ഇതാ, ഇതാണ് പ്രോസസ്സ്. ആ തോലിതാ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടേക്കില്ല പുള്ളി. ഇതിങ്ങനെ ഇത് ക്ഷമ, അതായത് അത്രത്തോളം ക്ഷമ വേണം. ഇത് എത്ര മണിക്കൂർ ചെയ്യും ചോദിച്ചു നോക്കുക ഒന്ന്. Сколько времени это? 8-9 часов. 8-9 часов. 8 hours, 9 hours. 8-9 മണിക്കൂർ. 8-9 മണിക്കൂർ ഒരു മനുഷ്യൻ ഇങ്ങനെ പണിയെടുത്താലാണ് ആ ഒരു രൂപത്തിലോട്ട് ഇത് മാറുള്ളൂ കേട്ടോ. കേട്ടോ, പുള്ളി ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്ന് മാത്രമല്ല, അടുത്ത പറഞ്ഞ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, പല ഷേപ്പിലാണല്ലോ അല്ലേ. ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇത് 8-9 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നെന്ന് കാണിച്ചു തരാൻ പുള്ളി വരുന്നുണ്ട്. ഇത് സാധാ വെള്ളമല്ലേ, സാധാ വെള്ളം ഒന്ന് ഇളക്കി. അതിന് പേപ്പർ ഉണ്ടല്ലേ, ഇടിച്ച തോല് ഇതിൽ ഇടും. എടുത്ത് തോലുണ്ട്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു പച്ചവെള്ളം കലങ്ങി കിടക്കുന്ന ഒരു വെള്ളം പോലെ തോന്നുള്ളൂ. കണ്ടോ, ഇപ്പൊ പുള്ളി അത് ചെയ്തപ്പോൾ അതിങ്ങനെ ഒരു പേപ്പർ രൂപത്തിൽ വന്നിരിക്കുക. രസമായില്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു കോട്ടൺ തുണി. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് നമുക്ക് മനസ്സിലാവില്ല. ഒരു 4-5 അമർത്തിയിരിക്കുന്നു. അപ്പം അതിലുള്ള സാധനം ഇവിടത്തോട്ട് വന്നിട്ടോ. അതിന് ശേഷം വേറൊരു ഇതുപോലത്തെ ഇത് തുണിയല്ലേ, ഇത് കോട്ടൺ തുണി വെച്ചിട്ടാണ് പുള്ളി മൂടുന്നത് അല്ലേ. ഇത് കോട്ടൺ തുണിയല്ലേ, പറ്റി പിടിക്കും. എന്നിട്ട് ഈ കോട്ടൺ തുണിയിലോട്ടാണ് ആ പേപ്പർ മാറ്റുന്നത്. അതിനുശേഷം ഈ പ്രോസസ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരതാ ഇവിടത്തോട്ട് വരും. അതിവിടെ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ച് വെക്കുക. ഇതിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. വലിയൊരു കല്ല് വെച്ചിട്ടുണ്ട്. ഇതെത്ര മണിക്കൂർ വെക്കണം? 1 ഡേ, ഒരു ദിവസം മൊത്തം വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ പൊതുവെ വെയിലത്താണ് വെക്കൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ തന്നെയാണ് അറിയാം ഭാഷ. ഇവിടെ തന്നെയല്ലേ വെക്കുക? നല്ല ചൂട് കാലത്താണെങ്കിൽ ചൂടുണ്ടെങ്കിൽ പുറത്ത് വെക്കും. അപ്പൊ പെട്ടെന്ന് എന്നിട്ട് അപ്പോൾ പൂര കല്ലെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിരിക്കണ്. ഇതാ അവിടെ നിന്ന് എടുത്തൊരു പേപ്പറാണ് ഈ ഒരു കാണുന്നത്. ഇതാ ഇതുപോലെ ഉണ്ടാവും ഷീറ്റ്. ഇനിയാണ് അടുത്ത പ്രോസസ്സ്. കമോൺ. അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മാർബിളാണ്.
ഇത് ഇതിനെ മിനുസം കിട്ടാനായിരിക്കും അല്ലേ? ഇത് ആ ഹോൺ, ഓക്സിന്റെ ഹോൺ അല്ലെങ്കിൽ ഹോഴ്സിന്റെ അല്ലെങ്കിൽ ഈ സീഷെല്ല് ഉണ്ടല്ലോ അതൊക്കെയാണ്. അതായത് പിന്നെ ഇതിന്റെ കുതിരേന്റെ കൊമ്പാണ് കേട്ടോ അത്. ഇത് വെച്ചിട്ട് പുള്ളി ഇതാ ഓക്സ് ഉണ്ട്. വാവ്. അപ്പം അവിടെ തൊട്ട പോലെ അല്ല, ഇവിടെ നല്ല മിനുസ് അയക്കണേ. ഇതെന്താ? ഇത് മറ്റേ ഇതല്ലേ, ശംഖല്ലേ? ഇതൊക്കെ തേഞ്ഞിവിടെ എത്തിക്കുന്നു. ഇതാണ് ഫുൾ പ്രോസസ്സ്. അതിനുശേഷം ഇങ്ങനെ ഇതല്ലേ പേപ്പറായിട്ട് കിട്ടും. ഇതല്ലേ ഫൈനൽ? അതെ. അപ്പോൾ ഇതോ? ഇത് ചൈനീസ് പേപ്പർ, നമ്മൾ ഒറിജിനൽ ഇപ്പം സാധാ ഉപയോഗിക്കുന്ന പേപ്പർ. ഇത് ചൈനീസ് പേപ്പർ. ഇത് പണ്ടത്തെ ഇവിടുത്തെ സമർഖണ്ഡ് പണ്ടത്തെ ഹിസ്റ്ററി ബുക്കുകളൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കളറിലല്ല ബുക്കുകൾ കാണാം, എല്ലാം ഈ ഒരു കളറിലാണ് കാണാം. കാരണം ഇവിടെ നിന്നൊക്കെയാണ് ആ പേപ്പേഴ്സ് പോയത് കേട്ടോ. പണ്ടത്തെ എല്ലാ കാര്യങ്ങളും ഇതിലാണല്ലേ? ശരിയാ. പണ്ടത്തെ നിങ്ങൾ എന്ത് ബുക്ക് എടുത്ത് നോക്കി. ഇപ്പത്തല്ല, പണ്ടത്തത്, അതായത് പണ്ട് കാലത്തത്, ഇപ്പത്തോട്ട് മാറ്റിയതല്ല. പണ്ട് കാലത്തെ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പേപ്പേഴ്സ് മൊത്തം ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ലെവലിൽ, ഈ ഒരു കളറിൽ. അപ്പം ഇത് ചൈനീസ് പേപ്പർ. ഇതിൻ്റെ ഗുണം എന്താ അറിയോ? ഇങ്ക് പ്രൂഫ്. ഇതാ ഇങ്ക് പ്രൂഫ് ഉള്ളതാണോ? അങ്ങനെ പറഞ്ഞു മൂപ്പര് പറഞ്ഞല്ലേ? ഓക്കെ 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 ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇനി നമുക്ക് കമോൺ. അങ്ങനെയാണോ പറഞ്ഞത്? നേരെ തിരിച്ചാണോ പറഞ്ഞത്? എടുക്കാ. നോ, വി വിൽ കം ബാക്ക് അഗെയിൻ. അപ്പം അതിന് ശേഷം ആ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷർട്ട് ഉണ്ട്, ചുരിദാറുണ്ട്. ഇത് ചുരിദാറല്ലല്ലോ, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാക്കി വെച്ച സാധനമായിരിക്കും അല്ലേ? ഇതൊക്കെ ഇവിടെ വന്നാൽ പൈസ കൊടുത്ത് വാങ്ങാം കേട്ടോ. ബാഗ്. ഇതിനോടൊരു ക്രേസ് വേണമല്ലേ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കോയിമുട്ടേ എല്ലാം ഉണ്ട്. പിന്നെ അമ്മച്ചിയുണ്ട്. അപ്പം ഇത്രയാണ് ഒരു പേപ്പർ ഉണ്ടാക്കുന്ന പണ്ടത്തെ കാലത്തെ പ്രൊസീജിയേഴ്സ്. ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചൈനീസ് ഫാക്ടറി അതിലേക്ക് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് നാട്ടിൽ പേപ്പർ വരുന്നത്. അപ്പോൾ പണ്ടത്തെ ഒരു സ്റ്റൈലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്ന ഓൾറെഡി കണ്ട്. അതുപോലെ ഇവിടെ ട്രഡീഷണലായിട്ട് അടുത്തതാണ് കോട്ടൺ ഓയിൽ. അതായത് ഇതുണ്ടോ, ഇത് ബ്ലാക്ക് സീഡാണ്, ഇത് അതിൻ്റെ കുഞ്ഞത്, ഇത് കോട്ടൺ, ഇത് നമ്മൾ സൺഫ്ലവർ സീഡല്ലേ അത്, ഇതോ ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇതോ വേറൊരു റേറ്റ്. അതായത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ 4 കിലോ, ഇതിൻ്റെ 4 കിലോ, ഇതിൻ്റെ 4 കിലോ, ഇതിൻ്റെ 2 കിലോ, ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതാ അതിൽ കൊണ്ടിടും. എന്നിട്ട് ഇത് മണിക്കൂറുകളോളം ഇങ്ങനെ കിടന്ന് കറങ്ങി 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 അവസാനം വരുന്നതാണ് ഇത് കോട്ടൺ ഓയിൽ. ഇതാണ് ഇവിടെ ട്രഡീഷണലായിട്ട് ഈ പുലാവ്, പിന്നെ വേറെന്താ പല ഫുഡുകളിലും ഇവർ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ. അത് ഇതാണ് കേട്ടോ. അതായത് ട്രഡീഷണൽ സ്റ്റൈലിൽ പണ്ടത്തെ ടൈപ്പിൽ ഉണ്ടാക്കുക. ഇപ്പൊക്കെ കാലം മാറി. ഇപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കില്ല, ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കളറായിരിക്കും ഈ അറ്റത്ത് കാണുന്നത്. അപ്പോൾ കാലങ്ങൾ മാറുമ്പോൾ ടെക്നോളജി മാറി. പണ്ടത്തെ ടെക്നോളജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ വെള്ളത്തിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് വെള്ളം പോയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് പണ്ടത്തെ സ്റ്റൈൽ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് കാണിച്ചു തരികയാണ് ഇവരെ. നമ്മളെ കേരളത്തിൽ വയനാട്ടിലൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം എന്താ പറയുക, നമ്മളെ പഴയ കൾച്ചർ പുതിയ തലമുറക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. അത് കാണിച്ചു കൊടുക്കണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ ഒരു ചാണകം അങ്ങനെ പറ്റൂലേ? സ്മെല്ലുണ്ട്. അത് വലിയ ബാഡല്ല, ഒരു പുളീൻ്റെ സ്മെല്ല് മാതിരി ഉണ്ട് അല്ലേ? ഈ ഒരു ഏരിയ വന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ പണ്ടത്തെ കൾച്ചർ, അവരെ പണ്ടത്തെ വീടുകൾ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒരുവിധം നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മൊത്തം കറങ്ങി അടിക്കുകയാണെങ്കിൽ സോ നൈസ്. ഇവിടെ കണ്ടില്ലേ
ഈ വെള്ളത്തിൻ്റെ ഫോഴ്സിനനുസരിച്ചാണ് ഇതിൻ്റെ മോട്ടറും അല്ല മെഷീൻ ഉള്ളിലത്തെ ഇത് വർക്ക് ചെയ്യുന്നത്. നല്ല ഫോഴ്സിലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇത് ഇവിടുന്ന് കറങ്ങുന്നതിനനുസരിച്ചാണ് ഉള്ളിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതേപോലെ തന്നെ ഫ്ലോർ മില്ലും ഉണ്ട്. ഫ്ലോർ മില്ലും ഉണ്ടോ? ഫ്ലോർ മില്ല് ഇതേപോലെ തന്നെ. ആ ഫ്ലോർ മില്ലേ ഞാൻ കണ്ടിരിക്കണം. ഇന്ത്യയിൽ ഇപ്പോഴൊക്കെ ഉണ്ട്, നമ്മളെ ഉണ്ട്. വെള്ളത്തിൻ്റെ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അരിയൊക്കെ പൊടിക്കണം. Фатир называется это. അസ്സലാമു അലൈക്കും. Свайонный. അപ്പോൾ ഇവർ ഫാത്തിർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഫത്തീർ, അതെന്ത് വെച്ചിട്ട് ചപ്പാത്തി മൈദ കേട്ടോ, മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫാത്തിർ. ഇവിടുത്തെ ട്രഡീഷണൽ സ്നാക്കാണോ ഫുഡാണോ? ഫുഡ്. Вот это получается. ഓ ഇത് പൊറാട്ട പോലെ ഉണ്ടല്ലോ. Вот. Печку вставляем, потом вот это готовый выходит. Горячий, да? Да. ആ ലാസ്റ്റ് ഇതാണോ? ഇതിന് നന്ന പറയല്ലേ ഫത്തീർ? ഇത് ഫത്തീർ. അതായത് ഒന്നും കൂടി നല്ല കട്ടി തടി ഉണ്ടാവും. അയാൾ ആദ്യം ആ ഈ പൊടി എടുത്തിട്ട് ഇവിടെ വെക്കും, എന്നിട്ട് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഈ ഒരു ലെവലിട്ടാക്കും നമ്മളെ പൊറാട്ടൻ്റെ അരി. അതിനുശേഷം അവിടെ ഇട്ടിട്ട് ഒന്നുകൂടി ചൂടാക്കുന്നുണ്ട്. അത് എണ്ണ ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് പൊറാട്ട ഒക്കെ ഒഴിച്ച് വെച്ച പോലെ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ കൊഴിച്ച് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം കൊണ്ടുവെക്കും. എന്നിട്ട് പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു. ഈ അടുപ്പിൽ തീയിട്ടിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇപ്പം എന്നിട്ട് ലാസ്റ്റ് ഇതാ പിന്നാണ് ഫത്തീർ എന്ന് പറയാം. ഇത് നണ്ണിന് പകരം കഴിക്കുന്നതാണോ? Это солнечный. Не хлопок. Нет, не хлопок, солнечный. А вот это свайонный, это свилищный. Свилищный. അടിപൊളി അടിപൊളി. എന്താ Вот с этим. С этим тот получается. Tamam. Адиболи. Заходи. Там сундучный цех есть, если хочешь посмотреть. Еще один. Рядом. Сундуки посмотри, узбекские. Идем. പുള്ളി നമ്മളെ വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണാവോ എന്തോ. ആ നല്ല മനുഷ്യന്മാരല്ലേ? ചോദിച്ചപ്പത്തിനും എല്ലാത്തിനും പ്രത്യേകിച്ച് ഭയങ്കര കാര്യമാണ്. ആ മറ്റേ ഇത് സ്വർണ്ണം ഇട്ടേക്കുന്ന ഗോൾഡ്. ആ വലുത്. അങ്ങോട്ട് പറയാൻ തോന്നട്ടോ. Good. Как использовать это? Вот с этим вставляешь вот это. ഓ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇത് കവർ Сначала нарисуешь, потом его вставляешь на этим дырка делаешь и гвоздь забьешь. Да. На размер отрежешь. И вот так вставляешь. Вот с этим получается вот это. നമ്മൾ ഉദ്ദേശിച്ചല്ല മരത്തിന്റെ മേലെ സ്റ്റീൽ അടിക്കുന്ന കേട്ടോ. Вон там листы, аппарат есть, порежем, вот это листы, это выходит. അതിന്റെ മറ്റേ ഷീറ്റ് ഉണ്ട് അവിടെ. С аппаратом там порежем. അടിപൊളി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന പിന്നെ പേപ്പർ ഉണ്ടാക്കുന്ന വില്ലേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം ഷാഹി ജിന്ദ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചുതരാം. ഇവിടുന്ന് ടാക്സിക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ. ഇതാണ് നമ്മളെ സമർഖണ്ഡ് സിറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കാലാവസ്ഥ എന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥ. നല്ല ചൂടുമില്ല എന്നാൽ തണുപ്പുമില്ല. രാത്രിയായ കുറച്ച് തണുപ്പുണ്ടാവും. ഈ സിറ്റി കൂടി നിങ്ങൾക്ക് ചെറുതായിട്ട് ഇത് കാണിച്ചു തരാം. ഇവിടെ എല്ലാ വണ്ടിയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഷവർലെറ്റിൻ്റെ കാറുകൾ മാത്രമേ കാണാൻ കിട്ടുള്ളൂ. അതൊരു പണ്ടൊരു മൊണോപ്പൊളി ആയിരുന്നു ഇവിടെ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിതാ ഇവിടുത്തെ സമർഖണ്ഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഹിസ്റ്റോറിക് പ്ലേസുകൾ കാണാം. അതിലൊന്നാണ് ഷാഹി ജിന്ദ എന്താണ് എൻസെമ്പിൾ, അതായത് ജീവിച്ചിരിക്കുന്ന പ്രിൻസ് കിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇതൊരു ഹിസ്റ്റോറിക് പ്ലേസാണ്. പ്രത്യേകിച്ച്
മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിവിടെ ആരാണ്? ഒരു ഖബർസ്ഥാനല്ലേ ഇവിടെ? അതെ. ആരതാന്ന് പറഞ്ഞു കൊടുക്കും. ഹുസാം ഇബ്ൻ അബ്ബാസ് എന്ന് പറയുന്ന സഹാബി അവരതാണ്. ഓക്കെ. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോന്റെ. ഏത് നബീന്റെ? എളാപ്പാന്റെ മോന്റെ നബീന്റെ, അതായത് നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ എളാപ്പാൻ്റെ മോൻ്റെ സ്ഥലമാണ് ഈ ഒരു ഖബർസ്ഥാൻ. ഇത് സമർഖണ്ഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സിയാറത്തിന് വരുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ വരുന്ന ഹിസ്റ്റോറിക്കലി വന്ന് കാണുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പം ആർക്ക്, എല്ലാ മതത്തിലുള്ളവർക്കും ഇവിടെ വരാം, കുഴപ്പമൊന്നുമില്ല. ആർക്കും ഇവിടെ വന്നിട്ട് എല്ലാം വിസിറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് പോകണമെങ്കിൽ ഇതാ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ടിക്കറ്റ് എത്രയാണ്? ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുക്കട്ടെ. ഒരാളവിടെ ഖുർആൻ ഓതുന്നുണ്ട് കേട്ടോ. Большой купол, Донто ди? маленький. Здесь Бухара, Хива, Самарканд. Здесь Оли Самарканд. തുറക്ക്. Mana, എന്താ കാണുന്നത്? ഇവിടുത്തെ ഫോട്ടോസ് Mana, പോസ്റ്റ് കാർഡ് ആ, പോസ്റ്റ് കാർഡ് അല്ലേ? mana. Kniga. വേണോന്നല്ലേ? Шахи മാണാ? Зулат. English, Rus. Mana. Mana. Foto. Gerito. എന്തായാലും നിങ്ങളെ Mana. പല്ല്. Mana, Jebi. Geri, ആ, സോനിയർ ഒന്നും വേണ്ട. ഇതാണ് ഇത് അവിടെ തന്നെ എണ്ണ്. എടാ, നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് മേടിച്ച് വെച്ചോ. ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഓർമ്മക്ക്. എല്ലാ രാജ്യത്തും പോയാലും ഒന്ന് മേടിച്ചോ. Geri. ആ, ഇവിടെ വരെ കൂടുതൽ എത്ര ആയിരിക്കും? അപ്പാ എത്ര സ്കോൾക്കാ? Это 15 тысяч сум. കുഴപ്പമില്ല. എത്ര? 15. ആ, അതൊക്കെ നോർമലാ, വാങ്ങിക്കാം. Чип, Geri. എന്നേത് സാധനം? ഞാൻ അത്രയും ദിവസം തിന്നോണ്ടിരുന്ന ബ്രെഡ്. ഒന്ന് ചിരിക്കാൻ പറയും. അപ്പാ Магнитский. один фотография. Кибат. Котеме. Не, ты Котеме. не, Плежете. не, вот надо посмотреть, это золото, да? Золото. Да. ജോലത്താ? Конечно, золото. Нет, нет. Конечно, золото. Original gold എന്ന് പറയുന്നത്. ഒറിജിനൽ കളിച്ചാ പോർഷോ. Ха, ха. അമ്മച്ചിന്റെ പല്ല് ഇതൊക്കെയാ. അമ്മച്ചിന്റെ പല്ല്. എൻ്റെത് മഞ്ഞ അങ്ങോട്ട് പിന്നെ രണ്ടുപേരും ഉണ്ടാവും കുറച്ചെന്നെ. എന്നാ വാങ്ങിക്കോ. ഞാൻ ഇവിടുന്ന് ഇതിലിങ്ങനെ നടക്കേനു. ഇവിടുന്ന് നോക്കുമ്പോൾ ആ തള്ള ഇങ്ങനെ ചിരിച്ച് എന്നിട്ട് നമ്മളോട് പറഞ്ഞ സ്വർണ്ണ പല്ലാണ് എനിക്കുള്ളത്. ഓ, പുളുവാണ്, സ്വർണ്ണ പല്ലൊന്നല്ല, ഏതോ ചെമ്പിൻ്റെ എന്തോ ആണ്. എന്നിട്ട് സ്വർണ്ണത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അടിച്ച് വിടുക. അപ്പോൾ നമ്മൾ പോയിട്ട് നല്ല സൂചിപ്പിച്ച് ഇവൻ പറഞ്ഞ നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് വീണ് തള്ള. എന്തായാലും അടിപൊളിയായിരിക്കണ്. അപ്പോൾ നമ്മളിതാ ഖബർസ്ഥാൻ്റെ അങ്ങോട്ടേക്കാണ് പോണത്. ഷാഹി സിന്ദ. ഇവിടെ ഫുള്ള് എല്ലാവരും ഇവിടുത്തെ പഴയ റൂളേഴ്സ് ഉണ്ടല്ലോ, ആമിർ തൈമൂർ, അതേപോലെ ഉലുബെക്ക്, അവരൊക്കെ കസിൻസ്, അവരുടെ ഫാമിലി മൊത്തം ബറീഡ് ഇവിടെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ ടൈൽസ് അല്ലേ, ഇല്ലെങ്കിൽ വേറെ ഇത് മൊത്തം പേർഷ്യൻ ആർക്കിടെക്ചർ. കറക്റ്റ് ആണോ? പേർഷ്യൻ ആ സ്റ്റൈലാണല്ലോ മൊത്തം. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ടൈൽസ് തന്നെ അല്ലേ? ഓരോന്നിന്റെ ഉള്ളിലും വേറെ വേറെ വർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. ഓരോ ഓ, അതായത് ഇവിടെ കാണുന്ന വർക്ക് ആയിരിക്കില്ല അപ്പുറത്ത്. അമ്മോ, ഇതല്ല കിടിലൻ വർക്ക്. ഹാൻഡ് വർക്ക്, ഫുൾ ഹാൻഡ് വർക്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കി പോലെ ഉണ്ട് അല്ലേ? ഒരു യെല്ലോ ഗ്രേഡിങ് കൊടുത്തത്. ആ, അത് ഖബർസ്ഥാനാണ് കേട്ടോ. 1 2 3. നമ്മളെ നാട്ടിലാണെങ്കിൽ പെൺകുട്ടിയെ കയറാൻ പറ്റുമോ ഖബർസ്ഥാനിൽ? ഇവിടെ അതാ കൂളായിട്ട് നടക്കുന്നത് ആൾക്കാർ. അതായത് ഇസ്ലാമിക് കൾച്ചർ ഓരോ രാജ്യത്തും ഓരോ പോലെയാണ്. പിന്നെ ഇവിടെ ഒരു മക്ബറുണ്ട്, അതല്ല ഖബർസ്ഥാനുണ്ട്. ജൂയിഷിനെയും മുസ്ലിങ്ങളൊക്കെ ഒരുമിച്ചാണ് അവിടെ ഖബറടക്കിയിട്ടുള്ളത്. ഓരോ വിശ്വാസങ്ങളൊക്കെ സ്ഥലത്ത് എന്നുണ്ടോ? ടൈലല്ല, ഇത് പെയിന്റിങ്സ്. ആ, എന്നാട്ടോ ഖബർസ്ഥാൻ. നമ്മളെ നാട്ടിലാണ് സ്ത്രീകൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്ത. ആ ഏരിയയൊക്കെ വരാൻ പാടില്ല. നമ്മളെ പറ്റില്ലല്ലോ. ഖബർസ്ഥാനിലോട്ട് പോകാൻ പറ്റുമോ ലേഡീസിന്? ചില സ്ഥലത്തല്ലേ. മുജാഹിദ് പോയിരിക്കില്ല. അജ്മീർ ഭാഗത്തൊക്കെ പറ്റും. നമ്മളെ എൻ്റെ വാപ്പം സമ്മതിക്കില്ല. മൂത്ത സുന്നി എ പിയാ. ബഷീർ സോഡ കാണില്ല ഇത് വീഡിയോ.
നല്ല രസമല്ലേ ഇവിടുന്ന് ഈ ഏരിയ? ആ അതല്ലേ ഖബർസ്ഥാൻ? ആ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, പോയി നോക്കാം. അടിപൊളി കേട്ടോ, ഇവിടുത്തെ വർക്കുകളൊക്കെ അടിപൊളിയാണ്. ഇത് ഓരോ ആൾക്കാരെ, അതായത് പുള്ളീൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഓരോ ആൾക്കാരെ ഖബർസ്ഥാനാണ്. ഒരു ഖബർസ്ഥാനിൻ്റെ പിന്നെ വലുപ്പമാണ് ഇത്രയും. ഒരു ഖബർസ്ഥാന് വേണ്ടിയിട്ടാണ് ഇത്ര ഉണ്ടാക്കിയത്. നമ്മൾ നോർമലി മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാതാ ഇതുപോലെ ആയിരിക്കും നമ്മളെ നാട്ടിലൊരു ഖബർസ്ഥാൻ. നമ്മളെ നാട്ടിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തപ്പുറത്തൊരു കുറ്റി എന്തെങ്കിലും വെച്ചിട്ട് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കി, ഇതൊക്കെ വലിയ വലിയ നബിമാരുതായത് കൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിലൊക്കെ ഖബർസ്ഥാൻ ഉണ്ടാക്കി വെച്ചത്. ഇതിൻ്റെ ഹിസ്റ്ററി, ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ വായിച്ചു നോക്കിയാൽ അവിടെ നിന്ന് മനസ്സിലാവും. പിന്നെ ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഹിസ്റ്ററീൻ്റെ കാര്യത്തിൽ വലിയൊരു നോളജ് ഇല്ല, അതുകൊണ്ടാണ് പിന്നെ അബദ്ധങ്ങൾ പറഞ്ഞ് മണ്ടത്തരങ്ങളാവണ്ടല്ലോ. നമ്മൾ മെയിൻ ആളെ ഖബർസ്ഥാൻ ഇതാ ഷാഹിദ് എന്താ പുള്ളീൻ്റെ ഉള്ളിലാണ്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളിതിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പാടില്ല, എന്നാലും നമ്മൾ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ആൾക്കാരാണ് ഗൈസ്. നമ്മൾ അവിടുന്ന് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത് ഈവനിങ് ടീ. ഇവിടുത്തെ ഈവനിങ് ചായ ഇങ്ങനെ കേട്ടോ, കപ്പിൽ. പിന്നെ ഇതാണ് ഇവിടുത്തെ മന്തി. ഞാൻ പറഞ്ഞ് നല്ല വിശക്കുണ്ട്, ഓരോ മന്തി കഴിക്കാൻ. മന്തി പറഞ്ഞിട്ട് ഓൻ കൊണ്ടൊന്ന് പറ്റിച്ച് ഓൻ കൊണ്ടുവന്നിട്ട് അതാ മന്തി പോലും. ഞാനും ഓനും അവിടുത്തെ മന്തി എല്ലാം കഴിക്കാൻ വിചാരിച്ച് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതാണ് മന്തി. അതായത് നമ്മളെ നാട്ടിലത്തെ എന്താ ഡംപ്ലിങ്സ്, മോമോസിന്റെ ആ വലിയ ടൈപ്പ് ഡംപ്ലിങ്സ്, അതന്നെ. ആദ്യമായിട്ട് ഇവിടുന്ന് ചായ മധുരമുള്ള കിട്ടുന്നത്. ലെമൺ ടീ പറഞ്ഞാൽ മധുരമുള്ള കിട്ടും, ഇവിടെ പാൽ ചായ കിട്ടൂല എന്നാണ് ഓൻ പറഞ്ഞത്. നമ്മൾ സ്കോപ്പ് ഉണ്ട്, നല്ല ചായക്കട, ഉള്ളിവട, പഴംപൊരി, അങ്ങനെ ഒരു കട ഇവിടെ തുടങ്ങിയാണ്ടല്ല. ക്ലിക്കാവൂലേ? പിന്നെ കത്തൂലേ? ഒന്ന് തുടങ്ങിക്കൂടെ, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ? ആൾക്കാർക്ക് പിടിച്ചാലോ? ഡിസ്റ്റിക്കല്ല. അപ്പം ഇതാണ് ഇവിടുത്തെ ഈവനിങ് ചായക്കട. ഞങ്ങളിതാ ഇരിക്കണ നോക്കി എങ്ങനെയാണ് ഒരു മജ്ലിസ് സെറ്റപ്പിലാട്ടോ. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് ഇറങ്ങിയിരിക്കണ്. നമ്മൾ രജിസ്ഥാൻ സ്ക്വയറിലോട്ടാണ് നടക്കുന്നത്. അപ്പം പോണ വഴിക്ക് നമ്മൾ ഇതൊരു ചരിത്രം ഉള്ള പള്ളിയാണോ? ഇതിപ്പോൾ എന്താണ്? ബീബി ഖാന മസ്ജിദ്. ഇതിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞേ. ഇത് അമീർ തൈമൂർ ഇന്ത്യയിലേക്ക്, ആരാണ് അമീർ തൈമൂർ? ഇവിടുത്തെ പഴയ രാജാവാണ്. അപ്പോൾ മൂപ്പര് ഇന്ത്യയിലേക്ക് പോയപ്പോൾ ഈ ചൈനീസ് ഭാര്യയാണിത്. പുള്ളിക്കിന്റെ ചൈനീസ് ഭാര്യ അവർ ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. അവർക്ക് അതായത് അയാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറഞ്ഞു. അതായത് അമീർ തൈമൂർ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പുള്ളി തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ഒരു മസ്ജിദ് പണിയാൻ മൂപ്പർക്ക് ഗിഫ്റ്റ് ആയിട്ട് സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി. ഇന്നത്തെ കാലത്താണ് നടക്കൂല. അവിടുന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിലെത്തി, അവിടുന്ന് അടുത്ത 4 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തും. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുതിരയും കൊണ്ടൊക്കെ പോയി വർഷങ്ങളോളം എടുക്കും ഇന്ത്യയിൽ പോയിട്ട് തിരിച്ചെത്താൻ. ആ സമയത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതായിരുന്നു. പക്ഷെ പുള്ളി തിരിച്ചെത്തിയപ്പോഴത്തേനും കംപ്ലീറ്റ് ആയില്ല, പക്ഷെ ബാക്കി വന്നിട്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. ഞമ്മക്കുണ്ട് ഭാര്യമാര്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ ആരും പറയില്ലല്ലോ. ഓ അല്ല അടിപൊളി, എന്തോരം വലുതാ നോക്കിയേ. ഇതൊക്കെ ഇങ്ങനെ പുതുക്കി പണി ഉണ്ടാവില്ലേ? ഇതൊക്കെ ഓരോ വർഷങ്ങളായില്ലേ? ചെറിയ ചെറിയ റിനോവേഷൻസ് എന്തായാലും അങ്ങനെയാണ് പിരിമിഡോ. എല്ലാത്തിനും വലിയ ആൾക്കാര് നമ്മള് സമർഖണ്ഡ് വരുന്നത് ഈ ഒരു സ്ക്വയറിലോട്ടാണ് കേട്ടോ, രജിസ്ഥാൻ സ്ക്വയർ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇത് കാണാനാണ്. ഇത് പകൽ കാണാണ്ടിയും ഏറ്റവും ഭംഗി രാത്രി വന്ന് കാണുന്നതാണ്. കാരണം ഈ ഒരു ലൈറ്റും അതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എന്തായാലും ഉണ്ടാവും, ഒരെണ്ണം. അപ്പം ഇത് 3 മദ്രസകളാണ് ഇവിടുത്തെ. ഇത് ആദ്യം പണിതത്, ഇത് ഫുള്ളായി തുടങ്ങിയപ്പം രണ്ടാമത് തുടങ്ങിയതാണിത്. അതിനുശേഷം ഇത്, അതായത്
ഇത് മദ്രസ മാത്രമല്ലല്ലോ, മസ്ജിദ് കൂടിയല്ലേ? അതെ അതെ, ഇത് രണ്ടും മാത്രമാണ് മസ്ജിദ്. ഇതിന്റെ പേരെന്തൊക്കെയാണെന്ന് ഇവൻ പറഞ്ഞുതരും. ഉലുബെക്ക്, ഷെർദോർ, തിലാക്കോരി. ഇതൊക്കെ നമ്മളെ കിങ്ങനെ ഉണ്ടാക്കിയതാണോ? അതെ, ഓരുണ്ടാക്കിയത് തന്നെ. ഈ പള്ളിയിൽ മാത്രം നിസ്കാരമില്ല, കാരണം അതിന്റെ മുകളിൽ രൂപമുണ്ട്, അതായത് ടൈഗറിന്റെ. ആണ്ടോ, അതിൻ്റെ മുകളിൽ ടൈഗറിൻ്റെ രൂപമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഫോണിൽ ഇപ്പോൾ കാണിച്ചിരുന്നുണ്ടോ? ടൈഗറിൻ്റെ രൂപമുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൽ മാത്രം നമ്മളിവിടെയുള്ള ആൾക്കാർ നിസ്കരിക്കില്ല. ഒരു മുസ്ലിമിൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മനുഷ്യൻ്റെ രൂപം അതുപോലെ മൃഗങ്ങളെ രൂപമുള്ളിടത്തൊന്നും അങ്ങനെ നിസ്കാരമൊന്നും പാടില്ല എന്നാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏതാ? സിമെട്രിക്, ഓൾമോസ്റ്റ് സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ഡിസൈനിൽ ഉണ്ടാക്കിയ സാധനം. പിന്നെ ഇത് ഇപ്പൊ സിങ്ക് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു നമ്മൾ കുറച്ചെന്നെ കാണിച്ചു തരാം. അവിടെ ഒരു മാർക്കിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ട്. അതായത് ഓരോ വർഷം തോറും അത് ഈ മണ്ണിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത്, ഈ പള്ളിയോ? അതെ, മൊത്തത്തിൽ. ഇപ്പൊ എത്ര സെന്റിമീറ്റർ പോയിണ്ടാവും? 10 സെന്റിമീറ്റർ ഒക്കെ പോയിണ്ടാവും ഓൾമോസ്റ്റ്. ഇതിന്റെ ഹൈറ്റ് ഏകദേശം വരുന്നത് 30 meters ആണ്. 30 മീറ്റർ. അതെ, ഓരോ ഇതും സ്തൂപത്തിന്റെ മിനാരത്തിന്റെ സ്തൂപം 30 meters. ഇൻ ഫീറ്റ് എത്രയാണെന്ന് നമുക്കിപ്പോ അറിയാൻ അറിയില്ല. പക്ഷെ ഒരു ചെരിവുള്ള പോലെ ഇല്ല ഇതിനേക്ക്. അതാ പറഞ്ഞത്, അത് സിങ്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടില്ല ചെരിവാ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ മനസ്സിലാവും. ആ സ്തൂപത്തിനൊരു ചെരിവുണ്ട്, പക്ഷെ അത് മറിഞ്ഞിട്ട് വെക്കുവോ? ഇല്ലായിരിക്കും, എങ്ങനെ പ്രതീക്ഷിക്കാം. അല്ല, ഞാനൊരു ഡൗട്ട് വയ്ക്കട്ടെ. ഇതിനൊരു ചെരിവ് തോന്നുന്നില്ല, ഇതിനൊരു ചെരിവ് തോന്നുന്നുണ്ട്, എൻ്റെ കണ്ണിൽ തോന്നുന്നുണ്ട്, അതിലും തോന്നുന്നുണ്ട്. ഇതും കറക്റ്റ് നേരെ. അപ്പൊ അത് രണ്ടും ഉണ്ടാക്കിയ ആള് ഉള്ള മിസ്റ്റേക്ക് ആണല്ലേ? അല്ല, അത് സിങ്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് നമുക്ക് അപ്പൊ കാണാം. ഓക്കെ. മാർക്ക് കൊടുത്ത ഗവൺമെന്റ് എന്ത് ചോദിക്കാനാ? ഇതിന്റെ ഉള്ളിൽ ആരെങ്കിലും ഖബർസ്ഥാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇത് മ്യൂസിയം. മ്യൂസിയം. അതിലെന്താ ഉള്ള മ്യൂസിയത്തില്? പഴയ ഈ ഇവിടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന കിതാബുകള്, അതേപോലെ ഇപ്പൊ ഇവിടെ ഉപയോഗിച്ച സമർഖണ്ഡിന്റെ ഒരു ഹിസ്റ്ററി തന്നെ അറിയാം. മൊത്തത്തിൽ സാധനം ഉണ്ട് അവിടെ, കുറെ സാധനങ്ങൾ. ഈ ആസ്ട്രോണോമി ഇതില് കുറെ വക ഈ ഡിസൈനുകൾ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഫുള്ള് ആസ്ട്രോണോമേഴ്സ് പണ്ട് ഈ സ്റ്റാറിന്റെ ഓരോ എന്താ പറയാ കണക്കുണ്ട്, 8, 12 ആ രീതികളിലാണ് ഇതിന്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ട്. ഓരോ ഡിസൈൻ ആ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ടുള്ള അറിവില്ല, എന്നാലും നമുക്കറിയാവുന്നത് നമ്മൾ ഇതിലൂടെ പറഞ്ഞുതരും. ഇവൻ ആള് സംഭവം ഇവിടുത്തെ ഗൈഡല്ല, ഡോക്ടറാണ്. അപ്പോൾ അത്ര അറിയുന്ന കാര്യം പറഞ്ഞു. ഡോറ് നോക്കി എന്തൊരു കുഞ്ഞതാ അത്. ഓരോ റൂമുകളാണ് പണ്ട് താമസിച്ചിരുന്ന ഓരോ റൂമുകളും ക്ലാസ് റൂമുകളായിട്ട്. അതായത് ഉസ്താദ്മാരൊക്കെ താമസിച്ചത് എങ്ങനെയാ? അതെ, ഓക്കെ. കുട്ടികൾ ഇവിടെ താമസിച്ച് പഠിച്ചവരൊക്കെ ഉണ്ടാവും. ഓരോ ചെറിയ ഇതിപ്പോ ഷോപ്പുകളാക്കി മാറ്റി. മുന്നേ ഇതായിരുന്നു കുട്ടികളൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ പഠിത്തം മദ്രസ ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഇത് ടൂറിസ്റ്റിന് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുത്തിരിക്കുക. ഓക്കെ, ഇപ്പം ഇത് മൊത്തത്തിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. സമർഖണ്ഡിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം അത് ഇവിടെയാണ് കേട്ടോ. അത് വാതിൽ നോക്കി. നമ്മളൊക്കെ നാട്ടിലുണ്ട്, പണ്ടുണ്ടായ വരെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ? ഇവിടെ നിന്നൊരു സാധനം ആരും വാങ്ങണ്ട കേട്ടോ. നിങ്ങൾക്കുള്ളതൊക്കെ പുറത്ത് കിട്ടും, അവിടെ നിന്ന് വാങ്ങിയാൽ മതി. അല്ല, ഒരു മസ്ജിദിൽ നിന്ന് അടുത്ത മസ്ജിദിലേക്ക് പോകാൻ പറ്റില്ലല്ലോ? ഇല്ലല്ലോ, 3 തന്നെ അല്ലേ? ഇതെന്താ പള്ളീൻ്റെ ഉള്ളിലാ? മ്യൂസിയം. ഇതാണ് മ്യൂസിയം. ഞങ്ങൾ നേരത്തെ പറഞ്ഞ സമർഖണ്ഡ് പേപ്പറിലുണ്ടായ ഓരോ ബുക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കിതാബുകളാണ്. ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ നമ്മൾ പേപ്പർ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. ആ പേപ്പറൊക്കെ ഇതാണ്. പണ്ടത്തെ ബുക്കുകളിൽ ഇങ്ങനത്തെ പേപ്പർ കണ്ടില്ലേ? അന്നത്തെ കാലത്ത് കോമ്പസ് ഉണ്ട്. ഇതൊക്കെ നല്ല ഹിസ്റ്ററി, പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററി അറിയണം എന്നുള്ളവർക്കൊക്കെ ഇവിടെ മെയിനായിട്ട് വരാം, എന്നിട്ട് ഇതൊക്കെ കാണാം. നമ്മൾ പിന്നെ വരുന്നത് ഒരു രാജ്യത്ത് 4 ഫോട്ടോ എടുക്കാനും എൻ്റർടൈൻമെൻറ്റിനാണ് വരുന്നവരുണ്ട് കേട്ടോ, ഒട്ടുമില്ല എന്നല്ല ഇല്ലേ? ഇവിടെ വരുന്നൊരു 90% ആൾക്കാരെങ്ങനെയാണ്? അത് എൻജോയ്മെൻറ്റിനാണ്, ലെജറായിട്ട് വരുന്നതാണ്. അല്ലാണ്ടും ഞങ്ങൾക്ക് വരുന്ന ആൾക്കാർ ഹിസ്റ്ററിയിലുണ്ടല്ലേ?
തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് ഇഷ്ടതയൊക്കെ ചിന്തിക്കാൻ. ജാപ്പാനിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് മാത്രം അവർക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഇത് മാത്രമാണ്. നമ്മൾ വേറെ എന്ത് പറഞ്ഞു കൊടുത്താലും പറഞ്ഞാൽ എനിക്ക് ഈ പഴയ ഇത് മാത്രം കണ്ടാൽ മതി. ഓരോ ബുക്കും പേപ്പറൊക്കെ എടുത്ത് വന്ന് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വൈബല്ലേ. എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ആ ഇതിനുണ്ടല്ലേ ഇവിടെ ചിത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതാണ്. ഇതാണ് ആ സിംഹത്തിൻ്റെ ചിത്രം. പക്ഷെ അന്നപ്പോൾ അങ്ങനെ അറിയില്ലേ ഇതൊന്നും പാടില്ലാന്ന്. പക്ഷെ അതിന് ശേഷം ചരിത്രങ്ങൾ മാറി. ഇത് ഖുർആനാണോ? ഖുർആൻ. ഇത് മറ്റേ സമർഖണ്ഡ് പേപ്പർ തന്നെ കേട്ടോ നമ്മൾ കണ്ടേ. അതായത് എൻ്റെ പേരിൻ്റെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ആരാണെന്നും യാസീൻ ആരാണെന്നും അറിയണമെങ്കിൽ യാസീൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ അത്രയും എൻ്റെ പേരൊക്കെ അത്രയും എന്താണ് ശ്രേഷ്ഠമായൊരു പേരാണ്. സോ ബി കെയർഫുൾ വിത്ത് മീ. അതെല്ലാം കേട്ടോ കൊള്ളാം. ഇത് ഫുള്ളിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ ഓരോന്ന് സ്പെഷ്യലായിട്ട് നല്ലത് കാണുമ്പോൾ ഇങ്ങനെ കാണിക്കട്ടോ. ഇത് കൊളാമ്പിയ ആണ് തോന്നുന്നില്ലേ. അപ്പം നമ്മൾ ഉലുബക്കിൽ മസ്ജിദിൽ കയറി ഇറങ്ങി. ഇനി ഷെയർബക്ക് എന്നുള്ള ഈ ഒരു മസ്ജിദിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഏതാ? ഉലുബക്ക്. ആ അപ്പോൾ നമ്മൾ ഉലുബക്ക് എന്നുള്ള മസ്ജിദ് കയറി കണ്ടു. അടുത്ത് നമ്മൾ നേരെ നടുവിലുള്ള ഇതിൻ്റെ പേരെന്തായിരുന്നു? തില്ലാക്കോരി. അപ്പോൾ ഈ ഒരു മസ്ജിദിലോട്ടാണ് കയറുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് മ്യൂസിയം തന്നെയാണ്. ഒരു നടുമുറ്റവും ഇവിടുത്തെ മസ്ജിദ് മൊത്തം ഇങ്ങനെയാണ് കേട്ടോ. നടുമുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓ അതാണല്ലേ മസ്ജിദ്. ഇവിടെ മാത്രമാണ്. ഓക്കെ ഓക്കെ. നിങ്ങൾ നൈറ്റ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഗോപ്രോയിൽ വിഷ്വൽസിനെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ബാക്കിയെല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. പള്ളീൻ്റെ ഉൾവശം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ പള്ളീൻ്റെ ഉൾവശത്തൊക്കെ എല്ലാവരും ചെരുപ്പിട്ടിട്ടാണ് കയറുന്നത്. ഓ സൂപ്പർ ഗൈസ്. നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല ആർക്കിടെക്റ്റ് ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. ഇവിടെ എല്ലാ ഫോറിനേഴ്സും ലേഡീസും എല്ലാവരും വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സ്വർണ്ണം ഒന്നുണ്ടല്ലോ അവിടെ. ആ വെയിലാട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പള്ളിയിലോട്ട് കയറുകയാണ്. നിസ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഷെയർദോർ എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. നമ്മളെ നാട്ടിലും ഇവിടെ ഉണ്ട് മുസ്ലിങ്ങൾ. ഞാൻ പറയുന്നതിൽ തെറ്റാണോ ശരിയാണോ നിങ്ങൾ പറയും. ഇവിടെ എല്ലാ മതക്കാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പള്ളിയിൽ കയറുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. നമ്മളെ നാട്ടിൽ ഒരു ഫോറിനർ വന്നപ്പോൾ ഞാൻ സ്ഥലം ചോദിച്ച് ഒന്ന് പള്ളി കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേനും ഞാൻ ആലോചിക്കട്ടെ. അതായത് ഒരു മുസ്ലിം രാജ്യത്ത് ഇവരൊന്നും അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. നമ്മളെ നാട്ടിലുള്ള ആൾക്കാരാണ് പ്രശ്നം. അതായത് ഇത് ഇസ്ലാം അല്ല. യു ആർ ഫ്രം ഇന്ത്യ റൈറ്റ്? ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിലത്തെ അതായത് സൊസൈറ്റിയാണ് പ്രശ്നം, ഇസ്ലാമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതം എല്ലാം സിമ്പിളാക്കിയിട്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ സൊസൈറ്റി, അതായത് നമ്മളെ നാട്ടിലത്തെ കുറച്ച് ഇസ്ലാംമാരെല്ലാവരും കൂടിയും സ്ത്രീകൾ കയറാൻ പാടില്ല, വേറെ അന്യമതസ്ഥ കയറില്ല, ഒരു വർഗീയത ടച്ച് ഉണ്ട്. ലോകത്ത് വേറെ എല്ലായിടത്തും ഇസ്ലാമൊക്കെ സിമ്പിളായിട്ട് കിടക്കുക. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കുത്തും കുഞ്ഞായ്മയൊക്കെ ആയിട്ട്. ഗൈസ്, ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസാണ് ഉണ്ട് ഗൈസ്. ഫുള്ള് എന്താ പറയുക,
സൂട്ട് കേസ് പോലെ ഉണ്ട്, ഫുൾ ചിക്കൻ. പിന്നെ അതാ ബർഗർ ഉണ്ട്, പെപ്സി ഉണ്ട്. പെപ്സിൻ്റെ ഇവരൊക്കെ ഭയങ്കര തീറ്റ കേട്ടോ. ഓക്കെ, ഒരു അൺബോക്സിങ് അമ്മോ ലെവല്. ഞാനിവിടുത്തെ ഇതൊക്കെ ഇടിക്കാൻ പറ്റുന്നൊരു സാധനം. ഉസ്ബെക്കിസ്ഥാൻ KFC ഉണ്ടെന്ന് പറയാം. കൊള്ളാം. ഇതിന് നമുക്ക് എത്ര റുപ്യ ഇവിടെ? മൊത്തം 2.5 ലക്ഷം. അപ്പോൾ എത്രയും നട്ടത്? നമ്മളത് ഇത്ര ആവുമോ? ഇല്ല, ആവുമോ ആവുന്നൊക്കെ പറയുന്നു. ഓക്കെ, കഴിച്ച് ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യിക്കും. ഇന്നൊരു ലെങ്തി വീഡിയോ ആയി. ഞങ്ങൾ എവിടെയൊക്കെ പോയി, എവിടെ നിന്ന് തുടങ്ങി നമ്മളിന്ന് വൻ ലെങ്തി വീഡിയോ ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അവസാനിപ്പിക്കാനായിട്ട് മുന്നേ ഉസ്ബെക്കിസ്ഥാനിലോട്ടൊക്കെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ, വരാൻ താല്പര്യം ഉണ്ടെന്നല്ല, ഒരു ഡ്രീമായിട്ടൊക്കെ കാണും ഓരോ രാജ്യങ്ങളിൽ പോയി കാണാം. നമുക്കൊരു ചെറിയൊരു ജീവിതമുള്ളൂ. അപ്പം ആ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാം, എന്നിട്ട് അവിടുത്തെ കൾച്ചറൊക്കെ അനുഭവിക്കാം. അതാണ് അതിൻ്റെ രസം. അപ്പം ഞാനിവിടെ അവരെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. ഇവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനൊക്കെ വന്ന് കണ്ട് ഇവരെ പോലെ മലയാളികൾ കൂടെ ഉണ്ടാവും. അവരെന്നെ വന്ന് സഹായിക്കും, എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്യും. സോ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. യാസിൻ വ്ളോഗ്സിൻ്റെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം സി യു ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഞാനും ഉണ്ടാവും ചില സമയത്ത് ഇവിടെയൊക്കെ. അപ്പോൾ കാണാം.